ഹലോ. ഹലോ, തൃശൂൽ ഇപ്പോഴും ഉറങ്ങുകയാണോ? എണീറ്റില്ലയോ? വേഗം എണീച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം എന്നിട്ട് പേപ്പർ നോക്ക്, അപ്പോൾ മനസ്സിലാവും എന്ത് ചെയ്യണമെന്ന്. ഗ്രോ അപ്പ് കമ്പനിയിൽ മൊബൈൽ ആപ്പ് ഡെവലപ്പർക്ക് ഓപ്പണിംഗ് ഉണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റിയാ. നീ ഇങ്ങനെ ഉറങ്ങ്. ഒരു ദിവസം നിന്റെ സ്വപ്നവും നിന്നോടൊപ്പം ഉറങ്ങും. ഓക്കെ, ബൈഡാ. ഏത് പേപ്പറാ? നിന്റെ ജീവിതം മനോഹരമാവട്ടെ. പോയി മനോരമ നോക്ക്. താങ്ക്സ് ഡി. ലവ് യു ഉമ്മ. ആ ടാപ്പിൽ വെള്ളം അങ്ങനെ ഒഴുകിപ്പോയത് കാണുന്നില്ലേ? അതിന് ശരിക്കും ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ? May I come in, sir? This is your appointment letter. You got the job. ബട്ട് സാർ എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാതെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റെസ്യൂം നോക്കാതെ എങ്ങനെ ജോലി തന്നു എന്നല്ലേ? Am I right? യെസ് സാർ. മിസ്റ്റർ തൃശൂൽ, ഐ ബിലീവ് ഒരു കമ്പനിയുടെ വിജയം ആ കമ്പനിയുടെ ബോസ് എടുക്കുന്ന തീരുമാനം മാത്രം ഡിപ്പെൻഡ് ആവില്ല. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരുടെയും മേലെ ഡിപ്പെൻഡ് ആയിരിക്കും. കേവലം ശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കൂ. കൃത്യമായും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്നവർ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളും ഒരാളാണ്. കൺമുമ്പിൽ നശിച്ചാലും ഒന്നും ചെയ്ത് നോക്കിയിരിക്കുന്ന ആളുകൾ ഒരു വശത്ത്, മറുവശത്ത് നശിക്കുന്നതിനെ ശരിയാക്കുന്ന ആളുകൾ. നീ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ CCTV നോക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ തൃശൂൽ, ഈ കമ്പനിയെ നശിപ്പിക്കുന്നവർ വേണ്ട, നന്നാക്കുന്നവർ മതി. അതിന് നിങ്ങളെ ശരി. ആൻഡ് നിങ്ങളുടെ ബിഹേവിയർ മാത്രം നോക്കി ജോലി തന്നതല്ല. നിങ്ങളയച്ച മെയിലുണ്ടല്ലോ, നിങ്ങളുടെ T1 all-in-one മൊബൈൽ ആപ്പ്, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ദാറ്റ്സ് ഓൾ. വെൽക്കം ടു അവർ ലെഗസി. കൺഗ്രാറ്റ്സ്. അച്ഛാ, പറ മോനെ. എനിക്ക് ജോലി കിട്ടി അച്ഛാ. ഓ, വളരെ സന്തോഷം. വർഷങ്ങളായി നീ ജോലി എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. നിന്റെ ജീവിതത്തിന് ഇനി ഒരു വഴിയായല്ലോ. നന്നായി വാ മോനെ, നന്നായി വാ. നിനക്ക് ഇഷ്ടമുള്ള ജോലി തന്നെയല്ലേ കിട്ടിയത്? എത്ര വർഷമായിട്ടും നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയല്ലേ കിട്ടിയത്? അതേ വലിയ കാര്യം. നോക്ക്, ഇനി ഈ വെയിൽ, പൊടി, ട്രാഫിക്കിൽ പോകുന്നതിനേക്കാൾ ഓഫീസിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെ സുഖമായിരിക്കെ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം.
ജോലി കിട്ടിയാൽ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ ദൂരെ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കും. ഞാൻ ഈ വീട് വിട്ടു പോയാൽ അച്ഛന് സന്തോഷമാകുമോ? ഞാൻ നിങ്ങളെ വിട്ട് വേറെ വീടെടുത്ത് പോയാൽ അച്ഛനിവിടെ സന്തോഷമായിട്ടിരിക്കുമോ? അവസാനം വരെ അച്ഛൻ്റെ കൂടെ തന്നെ കാണും. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഇത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫോം. എല്ലാം ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ സൈൻ ചെയ്താൽ മതി. ഞാൻ ഓഫീസിൽ കൊടുത്തോളാം. റിട്ടയർമെന്റാ? എനിക്ക് ഇനി 4 വർഷം സർവീസ് ഉണ്ടല്ലോ. ഇതുവരെ ഞങ്ങളെ എല്ലാം നല്ലോണം നോക്കിയല്ലോ. മതി. ഇനി വീട്ടിൽ സുഖമായിട്ടിരിക്കൂ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഉത്തരവാദിത്തത്തോടെ നോക്കിക്കോളാം. ഇപ്പൊ അച്ഛന് സന്തോഷമായല്ലോ. ഹേ ത്രിലോക്, ചുമരിൽ വരയ്ക്കേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്? നീ കാരണം എല്ലാ വർഷവും വീട്ടിൽ പെയിന്റ് അടിക്കണം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ത്രിലോക്, എന്തുവാടാ ഇത്? എക്സാമിൽ 25-ൽ 11 മാർക്കോ? എപ്പം നോക്കിയാലും ഗെയിം, TV, ക്രിക്കറ്റ്. പഠിക്കാൻ വിളിച്ച വരില്ല. പറഞ്ഞു മടുത്ത്. ത്രിലോക്, 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 ഇവൻ എവിടെ പോയി? ത്രിലോക്, TV ഇട്ടിട്ട് എവിടെ പോയോ എന്തോ? ത്രിലോക്, ത്രിലോക്, എവിടെയാ നീ? നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവാ? ഞാൻ ഇന്നെ വീട് മൊത്തം തേടി, അറിയോ? ത്രിലോക്, സാറിന് ദേഷ്യം വന്ന പോലെ ഉണ്ടല്ലോ. എന്തായി? അമ്മ ഫസ്റ്റ് ഒരു പ്രോമിസ് ചെയ്. പ്രോമിസാ? എന്തിന്? ഞാൻ പറയുന്ന പോലെ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്. പ്രോമിസ് പറ. ഞാനും നീയും വേറെ വീട്ടിലോട്ട് താമസം മാറാം. വേറെ വീടോ? എന്തിന്? പപ്പ ദിവസം എന്നെ ചീത്ത പറഞ്ഞോണ്ടേ ഇരുത്തും. അത് ഇത് ചെയ്യുന്നു. എന്റെ മതിയായി. അയ്യോ ത്രിലോക്, ത്രിലോക്,